ഗ്യാസ് എന്ന് പറയുന്നത് പലരും ഒരു രോഗമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ പുറകിലുള്ള പുകകളിലൂടെ നമ്മളിപ്പോൾ പുക പുറത്തേക്ക് പോകുന്നത് ഒരു രോഗമാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഗ്യാസിനെ കാണുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കുന്ന സമയത്ത് ആ ദഹനത്തിൻ്റെ ഭാഗമായിട്ട് വയറിനകത്ത് പലവിധ വാതകങ്ങൾ ഉണ്ടാകാറുണ്ട്. മീഥെയിൻ, ഹൈഡ്രജൻ, നൈട്രജൻ പോലുള്ള പല വാതകങ്ങളും ഉണ്ടാകും. അത് മുകളിലേക്കോ താഴേക്ക് മലദ്വാരം വഴിയോ പുറത്തേക്ക് പോകും. അത് നമുക്കൊരു രോഗാവസ്ഥയിലേക്ക് സാധാരണ പോകാറില്ല. എന്നാൽ ദഹനക്കേടുള്ള ആൾക്കാർക്ക് ഭക്ഷണം ശരിയായിട്ട് ദഹിക്കുന്നതിന് പകരം അവിടെ കിടന്ന് പുളിച്ചിട്ട് അവിടെ നിന്ന് പലവിധ ഗ്യാസുകൾ ഉണ്ടായിന്ന് വരാം. മാത്രമല്ല ഈ പുളിച്ച് വരുന്ന ഗ്യാസും ഭക്ഷണവും എല്ലാം കൂടി തികട്ടി മുകളിലേക്ക് കയറിയെന്ന് വരാം. പലരും നെഞ്ചരിച്ചിൽ, പുളിച്ചു തകട്ടൽ, ഏമ്പക്കം, ഗ്യാസ്, അസ്വസ്ഥത എന്ന് പറയാറില്ലേ, ഭയങ്കര ഗ്യാസ് ട്രബിൾ എന്ന് പറയാറില്ലേ, ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം ഇതാണ്. പലപ്പോഴും നമ്മൾ ചിട്ടയായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥ, അതായത് നിങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാകുമ്പോൾ വയറിനകത്ത് നമ്മുടെ ശരീരത്തിലുള്ള ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ഈ ക്ലോക്ക് ആ സമയമാകുമ്പോഴത്തേക്കും കൃത്യമായി വയറിനകത്തേക്ക് ഈ ആസിഡിനെ സ്പ്രേ ചെയ്യും ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട്. ഭക്ഷണം കൃത്യമായിട്ട് എത്താത്തൊരു സാഹചര്യം ഉണ്ടായാൽ ആ ഭാഗത്ത് ആസിഡ് നമ്മുടെ ആമാശയ ഭിത്തിക്കകത്തൊരു നീർക്കെട്ട് ക്രിയേറ്റ് ചെയ്യും. കാലം തെറ്റി അല്ലെങ്കിൽ സമയം തെറ്റിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ നീർക്കെട്ടുണ്ടായിരിക്കുന്ന ആമാശയത്തിലേക്ക് ഭക്ഷണം ചെന്നിറങ്ങിയാൽ, പ്രത്യേകിച്ച് മസാല ചേർത്ത കരിച്ചു മുരിച്ച ഭക്ഷണങ്ങൾ ചെന്നിറങ്ങിയാൽ എന്ത് സംഭവിക്കും? അത് ശരിയായിട്ട് ദഹിക്കത്തില്ല, പുളിച്ച് തകട്ടി ഗ്യാസും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടായിന്ന് വരാം. അമിതവണ്ണമുള്ളവരിലും ഇതേപോലൊരു സാഹചര്യം ഉണ്ടാകാം. പ്രമേഹ രോഗികളിൽ ഗ്യാസ്ട്രോപരേസിസ് പോലുള്ള അവസ്ഥകളിൽ ഇതുണ്ടാകാം. ഇന്നത്തെ അമിതമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം, ഓവർ ടെൻഷൻ കൊണ്ട് ആൾക്കാർക്കുണ്ടാകുന്ന സ്ട്രെസ്സും മറ്റു ടെൻഷൻസും ആമാശയത്തിനകത്ത് അൾസർ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നത്, പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നൊരു വാർത്തയെ അല്ലാതായി തീർന്നിരിക്കുന്നു. അൾസർ ഉള്ളവർക്കും ദഹനം ശരിയായിട്ട് നടക്കത്തില്ല. ഭക്ഷണം ദഹിക്കുന്നതിന് പകരം പുളിച്ച് ഗ്യാസും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടായെന്ന് വരാം. ഇതാണ് സാധാരണ ആൾക്കാർക്ക് നെഞ്ചരിച്ചിൽ, ഏമ്പക്കം, പുളിച്ചു തേട്ടലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ കുടലിനകത്ത് അമിതമായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് ആൾക്കാർക്ക് കീഴ്വായു ശല്യം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകണം പോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുന്നത്. കുടലിന് സാധാരണ താഴേക്കൊരു മൂവ്മെൻ്റ് ഉണ്ട്. ചിലർക്ക് ഈ മൂവ്മെൻറ്റ് ഒരല്പം സ്പീഡ് കൂടുതലായാലോ, നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മൂവ്മെൻ്റ് ഉണ്ടാകുകയും കുടലിനകത്തുള്ള കണികകൾ വളരെ പെട്ടെന്ന് മലാശയത്തിലേക്ക് എത്തുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിലേക്ക് ഓടണം എന്നൊരവസ്ഥയുണ്ടാവും. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് വിളിക്കുന്ന ഈ ഒരു അവസ്ഥ ഇന്നത്തെ ഓവർ ടെൻഷനുള്ള ജീവിതശൈലിയിൽ ഒരുപാട് പേർക്ക് കണ്ടുവരുന്നുണ്ട്. ചിലരുടെ കുടുംബത്തിൽ പാരമ്പര്യമായി കണ്ടുവരുന്നുണ്ട്. ചിലർക്ക് ഇത് വലിയ പ്രോബ്ലം ചെയ്യില്ല. എന്നാൽ മറ്റു ചിലർക്കോ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് അവർക്ക് ബസ്സിൽ പോകാൻ പറ്റത്തില്ല, കാറിൽ പോകാൻ പറ്റത്തില്ല, ടോയ്ലറ്റുള്ള ട്രെയിനിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇത്തരത്തിൽ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് വന്നു എന്ന് വരാം. ചിലർക്കാണെങ്കിൽ കീഴ്വായു ശല്യം വിട്ടുമാറാതെ വരും. സാധാരണഗതിയിൽ ഒരു ദിവസത്തിൽ ഏകദേശം 13 മുതൽ 14 തവണ വരെ ചെറിയ തോതിൽ കീഴ്വായു പോകുന്നത് നോർമലാണ്. എന്നാൽ എപ്പോഴും കീഴ്വായു ശല്യമുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് AC പോലുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് കീഴ്വായു ശല്യമുണ്ടെങ്കിലോ മനസമാധാനമായി ജോലി ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയുണ്ടാകുക. ദഹനക്കേടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളും ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായി മാനേജ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് വ്യായാമം, ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം, അതോടൊപ്പം ലൈഫ് സ്റ്റൈലിൻ്റെ മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ ഇന്ന് ഫലപ്രദമായി മാനേജ് ചെയ്യാം. എന്നാൽ ഫൈബറുകൾ, നാരുകളില്ലാത്ത ഭക്ഷണ രീതിയും ചിട്ടയല്ലാത്ത ജീവിതശൈലിയും കൊണ്ടാണ് പലപ്പോഴും ഇത്തരം രോഗങ്ങൾ വന്ന് ചികിത്സിച്ച് മാറിയാലും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഹോമിയോപ്പതിയിൽ ഇത്തരം പ്രോബ്ലംസിന് വളരെ ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്.